ഒരു വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. ചെറുതും വലുതുമായ ഒരുപാട് മനോഹര വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല. അത്തരത്തിലൊരിടമാണ് ആര്യങ്കാവിന് സമീപമുള്ള കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. കാട്ടരുവിയിലൂടെ 250 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ആര്യങ്കാവിലെത്തുന്നത്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി എ വിജയശങ്കർ നടത്തിയ യാത്ര. മനുഷ്യനെ ഒരിക്കലും മടുപ്പിക്കാത്തതാണ് പ്രകൃതിയുടെ വശ്യത. അത് നമ്മളിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അത്തരത്തിൽ വശ്യ കാഴ്ചകളുള്ള ഒരിടമാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിന് സമീപത്തെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. കാടിന് നടുവിലെ ഈ വെള്ളച്ചാട്ടം നമുക്ക് പകരുന്നത് വലിയ ആനന്ദമാണെന്നാണ് പലരും പറയുന്നത്. ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്, കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക്. വെള്ളത്തിൻ്റെ ഇരമ്പൽ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഇനിയും കാത്തിരുത്തി ബോറടിപ്പിക്കുന്നില്ല. കാഴ്ചകളിലേക്ക് പോവാം. എന്താ ഇവിടെ ആളും മനുഷ്യൊന്നും ഇല്ലാത്ത, മൊത്തത്തിൽ ഒഴിഞ്ഞെടുക്കാണല്ലോ? 2 ദിവസം ഇതിൻ്റെ അവധി ആയതുകൊണ്ട്, പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ടാണ് ആളില്ല. അവധി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആളുകളും ബഹളമൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ ശരിക്കും ആൾ വന്നു. അച്ചൻകോവിലിൽ നിന്ന് ഏകദേശം 6.5 കിലോമീറ്റർ ദൂരെ ഉൾവനത്തിലാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. ചിന്നത്തൂവലിൽ നിന്നും ആരംഭിക്കുന്ന അച്ചൻകോവിലാറിന്റെ കൈവഴിയും പുലിക്കവല, കാനയാർ അരുവികളും ചേർന്നാണ് കുംഭാവുരുട്ടിയിൽ വെള്ളച്ചാട്ടമുണ്ടാകുന്നത്. കാട്ടരുവിയിലൂടെ 250 അടി താഴ്ചയിലേക്ക് കറുത്ത കരിമ്പാറകളിൽ പാറക്കെട്ടുകളിൽ തട്ടി വെള്ളം ചിന്നി ചിതറുന്നത് ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചയാണ്. കാഴ്ചകൾ ആസ്വദിക്കാനും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വനാതിർത്തികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ തൂവൽമല എന്ന് പറയുന്ന മേഖലയിൽ നിന്നാണ് ഈ പ്രധാന ആറ്, അതായത് അച്ചൻകോവിൽ ആറ് ഉത്ഭവിച്ചിങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ഏകദേശം ഒരു 10 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം, അതായത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഒരു വർഷം ഇവിടെ എത്തുന്ന ശരാശരി സഞ്ചാരികളുടെ എണ്ണം 6 ലക്ഷത്തിലധികമാണ്. അത്രമാത്രം മനുഷ്യനെ മോഹിപ്പിക്കുന്നുണ്ട് ഇവിടം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു വെള്ളച്ചാട്ടത്തിൽ വന്ന് കുളിക്കുന്നത്. അതും ഒരു കാടിന് നടുവിൽ. ഒരു രക്ഷയില്ല, പൊള്ളിയാണ്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന് വീര്യം കൂടുന്നത് മഴക്കാലത്താണ്. അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും. വെള്ളച്ചാട്ടം കൂടാതെ ഇവിടെ നിന്നും ട്രെക്കിങ്ങിന് പോകാനും സൗകര്യമുണ്ട്. കനത്ത ഉൾക്കാട്ടിലൂടെ നടത്തുന്ന ട്രെക്കിംഗ് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കണ്ട് കാടിറങ്ങാം. അതായത് വനം ആസ്വദിച്ച് വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു സുന്ദരമായ ഒരു മേഖലയാണിത്. കാര്യമെന്ന് വെച്ചാൽ കാനന വീതികളിലൂടെ തന്നെയാണ് ഇതിനുള്ള യാത്ര. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പോലും തമിഴ്നാടിൻ്റെ അതിർത്തി കഴിഞ്ഞ് ഏകദേശം 6 കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മൾ ഈ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലെത്തുന്നത്. അതുവഴി വരുമ്പോൾ ഏകദേശം ഒരു 10-35ഓളം കിലോമീറ്റർ താണ്ടി നമ്മൾ കേരളത്തിൽ നിന്ന് പുനലൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ 35ഓളം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ
പൂർണ്ണമായിട്ടും കാടിനുള്ളിലുള്ള വെള്ളച്ചാട്ടമാണ്. സഞ്ചാരികൾക്കും ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്തുള്ളത്. ധാരാളം വന്യമൃഗങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിലും എല്ലാ മൃഗങ്ങളെയും സഞ്ചാരികൾക്ക് കണ്ടുപോകാനുള്ളൊരു അവസരം. ഇങ്ങോട്ടുള്ള പ്രവേശനത്തിന് വനം വകുപ്പ് പ്രത്യേക ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 25 രൂപയും മുതിർന്നവർക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. വണ്ടികൾക്ക് പ്രത്യേകം ഫീസ് നൽകണം. ഇനി അറിയേണ്ടത് ഇങ്ങോട്ട് എങ്ങനെ വരണമെന്നല്ലേ, പറഞ്ഞുതരാം. ചെങ്കോട്ട അച്ചൻകോവിൽ പാതയിൽ നിന്നും 6.5 കിലോമീറ്റർ ഉൾവനത്തിലാണ് കുംഭാവുരുട്ടി. കൊല്ലത്ത് നിന്നും തെന്മല കയറി തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയും കേരളത്തിലൂടെ പുനലൂർ അലിമുക്ക് അച്ചൻകോവിൽ വഴിയും കുംഭാവുരുട്ടിയിലെത്താം. ആളൊന്നിന് 50 രൂപ നിരക്കിലാണ് ഇവിടെ ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. 5 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 25 രൂപ നിരക്കിൽ. പിന്നെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. വാഹനങ്ങളുടെ 2 വീലർ 3 വീലർ 4 വീലറിനനുസരിച്ച് 30, 50 ഇങ്ങനെ 75, 150 ഇങ്ങനെ ഓരോ വാഹനത്തിൻ്റെ അനുസരിച്ച് ടിക്കറ്റ് നിരക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ലേഡീസും ജെൻസിനും കുളിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആണുങ്ങൾക്ക് ഇത് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗവും പിന്നെ ലേഡീസിന് താഴത്തെ ഭാഗവും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് കൊല്ലം കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ, വിശേഷങ്ങൾ. അപ്പോൾ കേറി വാട മക്കളെ. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലാലിനുമൊപ്പം എ വി ജയശങ്കർ, കൊട്ടാരക്കര. മനോഹരമായ കാടിന് നടുവിലൂടെ ചെറിയൊരു ട്രെക്കിംഗ്, കുറച്ച് നടന്നു വിയർത്ത് ചെന്നാൽ അവിടെ തണുത്ത വെള്ളത്തിൽ ഒരു കുളി. ആഹാ, അന്തസ്. ഏതായാലും ഈ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന അച്ചൻകോവിലാറിൻ്റെ തുടക്കം അവിടെ നിന്നാണെന്ന് കേൾക്കുമ്പോൾ പോകാനൊരു ക്യൂരിയോസിറ്റി കൂടുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകരൊക്കെയും കമൻറ്റ് ബോക്സിൽ സജീവമാണ്. സരോവരം പാർക്കിനെ പറ്റിയും കുംഭാവുരുട്ടിയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഓരോ ഇടങ്ങളും. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഓരോ സ്ഥലത്തെ പറ്റിയും. ഏതായാലും ഈ സ്ഥലങ്ങളൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് അനുഭവിക്കുക, ആസ്വദിക്കുക.